അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാം മതം സ്വീകരിക്കുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. മുസ്ലിം ആകുന്നതിന് മുമ്പ് ഇസ്ലാമിനെതിരെയുള്ള അനേക യുദ്ധങ്ങളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല ചെയ്യുവാൻ വേണ്ടി, വധിച്ചു കളയാൻ വേണ്ടി ഏറ്റവും അധികം ആഗ്രഹിക്കുകയും അതിന് ഏറ്റവും അവസരങ്ങൾ അന്വേഷിക്കുകയും ചെയ്ത ഒരാളായിരുന്നു അദ്ദേഹം. തിരിച്ച് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇസ്ലാമിക വിജയങ്ങളുടെ ഏറ്റവും മുമ്പിൽ നിന്ന മഹാനായ സഹാബിയാണ് അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നബിയുടെ അടുക്കൽ വന്നപ്പോൾ എന്തെങ്കിലും ഷർത്തുകളുണ്ടോ, നിബന്ധനകളുണ്ടോ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് എന്ന ചോദ്യത്തിന് അദ്ദേഹം എനിക്ക് ചില നിബന്ധനകളുണ്ട്. എന്താണ് ആ നിബന്ധന? അദ്ദേഹത്തിന്റെ നിബന്ധന വഷ്തറത്തൽ മഗ്ഫിറ, ഞാൻ അത്ര വലിയ ഗുരുതരമായ തെറ്റ് ചെയ്ത ആളാണ്, അതൊക്കെ എനിക്ക് പുറത്തു തരണം, ഞാൻ ഇസ്ലാം ആകുന്നതോട് കൂടെ. ഇപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അലിം താനൽ ഇസ്ലാം യഹ്ദി മുമാക്കാന ഖബലഹു, നിനക്കറിയില്ലേ അമ്രേ, ഒരാൾ മുസ്ലിം ആയാൽ അയാൾ 50-ാമത്തെ വയസ്സിൽ മുസ്ലിം ആകുകയാണെങ്കിൽ 50 കൊല്ലം പിന്നെ ലിസ്റ്റിൽ ഇല്ല, 50 കൊല്ലം മാഞ്ഞു പോയി, പിന്നെ അദ്ദേഹം അന്ന് മുതൽ ഒരു പുതിയ മനുഷ്യനാണെന്ന് നിനക്കറിയില്ലേ? അന്നൽ ഹിജ്റത്തെ തഹ്ദിമുമാക്കാന ഖബലഹ, ഒരാൾ ഹിജ്റ പോയാൽ അതിന്റെ മുമ്പിലുള്ളതൊക്കെ പൊറുക്കപ്പെടുമെന്ന് നിനക്കറിയില്ലേ? മൂന്നാമത് പറഞ്ഞത് അന്നൽ ഹജ്ജ യഹ്ദിമുമാക്കാന ഖബലഹു, ഹജ്ജ് ചെയ്ത അതിന്റെ മുന്നുള്ളതൊക്കെ പോകുന്നതാണ്. സഹോദരങ്ങൾ, ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ പരലോകത്തെ സ്വർഗത്തിൽ മുൻനിർത്തുന്ന ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഒരാൾ ഹജ്ജ് ചെയ്താൽ ആ ഡേറ്റ് വരെ ഒരാൾ ഇസ്ലാം ആയ പോലെ അതുവരെയുള്ള എല്ലാ തെറ്റുകളും പോകുന്നതാണ്.